എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ലിവിങ് ഔട്ട് ഗോഡ്സ് വേഡ്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. അതാണ് നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ടൈറ്റിൽ അതാണ്. അത് ഈ പഠനം അവസാനിക്കുന്നതുവരെ നമ്മൾ ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ വാക്യം, ഈ ടൈറ്റിൽ, അതിന് യാതൊരു മാറ്റവുമില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സാറാമ്മ പറഞ്ഞ വഴി വായിച്ച് നിർത്തിമാകുന്നു. 5-ാം വാക്യം വായിക്കുക. നിങ്ങളിൽ ഒരിക്കലും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ മത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനെ ലഭിക്കും. വായിക്കും. If any of you lack wisdom, let him ask of God that giveth to all men liberally and upbraideth not, and it shall be given him. Amen. Gives him liberally. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് ഇത്. ഇച്ചിരി കട്ടിയായ ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് കട്ടിയല്ല, പക്ഷെ നമ്മുടെ പഠന രീതി ഒരു വ്യത്യസ്തമായ രീതിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. സ്പീഡിൽ പറഞ്ഞു വിട്ട് അങ്ങ് തീർക്കുകയല്ല, അല്ല. നമ്മൾ വേർഡ് ബൈ വേർഡായിട്ട് തന്നെ എടുക്കുന്നത്. അതാണ് അതിൻ്റെ പഠനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അതിൽ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം, ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടോട്ട് വരുന്നത്. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന എനിക്കും അത് മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പോലെ നമ്മൾ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന പോലെ അല്ലത്. അതാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ പറയുന്നത് ദൈവത്തിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നും പറയുന്നത് ശരിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈസിയല്ല. അപ്പോൾ അത് ദൈവമക്കൾ ആ രീതിയിൽ അതെടുക്കണമെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നാലേ അത് മനസ്സിലാവുള്ളൂ. സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ച പോലെ God gives liberally. If a believer seeks wisdom from the Lord and does so about everything, that believer will always ask whatever he asks in the will of God. പക്ഷെ പലപ്പോഴും നമ്മൾ we will not ask God or will not find out or will not seek the will of God. The will of God എന്താണെന്നുള്ളത് അത് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഇന്നത്തെ മോഡേൺ ഫെയ്ത്ത് മെസ്സേജ് ഉണ്ടല്ലോ, അത് വ്യത്യസ്തമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രൂ ഫെയ്ത്ത് അല്ലെങ്കിൽ ട്രൂ ഫെയ്ത്തും ഈ പറഞ്ഞതുപോലെ ജെന്യുവനായിട്ടുള്ള രീതിയിൽ അല്ലത് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഇന്നത്തെ ന്യൂജൻ അവതരണം ഒക്കെ ഏത് രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ അത് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനീ പറയുന്നത്. ഓക്കെ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത്, ബട്ട് ബിജൂസ് ഒരു കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, അത് പൂരിപ്പിച്ചു ബാക്കി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തോ നോട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് ബട്ട് ദ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്. ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ആണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. അപ്പം അങ്ങനെ വരുമ്പം ദൈവം നമ്മുടെ കർത്താവായ യേശു അതിന് മറുപടി തരുന്നവനായ ദൈവമാണ് എന്നും ആണ്. സ്തോത്രം. ഹല്ലേലൂയ. ട്രൂ ഫെയ്ത്ത് ഈസ് ഓൾവേസ് ടെസ്റ്റഡ് so as to make it stronger and richer. Either stronger and richer ആണ്. സ്തോത്രം. ഹല്ലേലൂയ.
So it leans wholly upon God and seek dependence nowhere else. നമ്മൾ വേറെ ഒരിടത്തും നമ്മൾ ആശ്രയം വെക്കാൻ പാടില്ല. നമ്മളിപ്പം ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് കടന്നു വരും. ഓക്കെ, അതായത് നമുക്ക് പല ആവശ്യങ്ങൾ ഇരിക്കുന്ന ദൈവമക്കൾ അതിനകത്തുള്ളൂ. ശാരീരിക ആവശ്യങ്ങൾ, രോഗസൗഖ്യം, മറ്റു പല ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നു? അപ്പം ഇത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് ഇടപെടും, സംസാരിക്കും, യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. ഇപ്പം റിച്ചസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പം ദാറ്റ് എൻഡ്യൂറിങ് എറ്റേണലി are here contrasted with the riches that perish in a day. അതായത് മലയാളം ലാംഗ്വേജ് പറയുമ്പോഴത്തേക്ക് എൻ്റെ സമ്പത്തുക്കളുടെ അപകാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മലയാളം ലാംഗ്വേജ് സമ്പത്തുക്കളുടെ അപകാരം. ഇവിടെ റിച്ചസ് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ അളവുകൾ എത്രത്തോളം ഉയർന്നിരിക്കുന്നു എന്നുള്ളത്. സ്വതന്ത്രം ദൈവം നമുക്ക് നമ്മളൊക്കെ പറഞ്ഞത് ഗോഡ് ഗിവ്സ് us liberally. സോ വൈ നോട്ട് ലുക്ക് ടു ഹിം? അവൻ നമുക്ക് ലിബറലായിട്ട് തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ ആണ്. സോ വാട്ട് വി നീഡ്, വാട്ട് ഡു യു വാണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ നാം അത് ശരിയാവണ്ണം നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനോനിർണയത്തെയും എങ്ങനെയാണോ ദൈവസന്നിധിയിൽ പകരുന്നത് അങ്ങനെ ആയിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. എന്നോട് പല ആൾക്കാരും പല ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ബോസ്റ്റൺ സഭയിലുള്ള ദൈവമക്കളുടെ കാര്യമായി പറയുന്നു. അപ്പം ഇപ്പം വിശ്വാസ സമൂഹത്തിലിരിക്കുന്നവർ പലരുടെയും പ്രസംഗം കേൾക്കുമ്പം, ഫോർ എക്സാമ്പിൾ, അതെനിക്ക് ഒരു അനുഭവം. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ ആള് അതേ വിഷയം അടുത്ത മാസ്റ്ററോട് വിതിൻ 2 minutes പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അത് ഓക്കെ, ആളാരാണെന്നൊന്നും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാൻ കേട്ടു, അത് എനിക്ക് ആശ്ചര്യം തോന്നി. അത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അടുത്ത മാസ്റ്റർ വന്നപ്പോഴത്തേക്ക് അതേ ആവശ്യം വിതിൻ 2 minutesനുള്ളിൽ ആ പാസ്റ്ററോട് പറയുന്നു. ഞാൻ ലൈനിലുണ്ട്, കേട്ടോണ്ടിരിക്കുക. ഞാൻ അങ്ങനെ കേൾക്കാറില്ല. ഞാൻ സാധാരണ അതൊരു സംഭവം നടന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തോടനുബന്ധിച്ചായി പറയുന്നത്. അപ്പം പല ആൾക്കാർ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അടുത്ത പാസ്റ്ററോട് പിന്നെ അത് പറയുന്നു. പ്രാർത്ഥിക്കാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാനതിൻ്റെ ഒരാളല്ല. ഓക്കെ, പക്ഷേ അത് തെറ്റെന്നോ ശരിയെന്നൊന്നും ഞാനിവിടെ അപഗ്രഥിക്കുന്നില്ല. എൻ്റെ ജോലി അതല്ല. പക്ഷെ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞ കാര്യം, ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് ഓർ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അപ്പം അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നവർ ആദ്യം പറഞ്ഞ പാസ്റ്ററെ അപമാനിക്കുന്നു. അപമാനിക്കുന്നത് പറഞ്ഞതിനർത്ഥം ആ പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ പാസ്റ്ററിന്റെ പ്രാർത്ഥന വിശ്വാസമില്ലാഞ്ഞിട്ട് അടുത്ത പാസ്റ്ററോട് വിതിൻ നോ ടൈം പറയുന്നത്.
ആണോ അല്ലയോ? തിങ്ക് അബൌട്ട് ദാറ്റ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഒന്ന്. രണ്ട്, പിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നതിൽ ദൈവത്തോടുള്ള അവിശ്വസ്തതയല്ലേ കാണിക്കുന്നത്? അതെന്താ ചിന്തിക്കാത്തത്? ഓക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള മറുപടിയായി പഠനം. ഞാനത് പറയേണ്ട ആവശ്യമില്ല. അതാണ് ഹെൽത്തി ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് ഓർ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്. വാട്ട് ഇറ്റ് ഈസ്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടെന്നോ ഒന്നും ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ കർത്താവ് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഓക്കെ. അവർ ഇമ്മീഡിയറ്റ് എന്താ ചെയ്തത്? അവർ വിശ്വസിച്ച് മടങ്ങിപ്പോയി. അവർ പിന്നെ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണാൻ പോയോ? അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിരിക്കുന്ന ഏതെങ്കിലും വൈദ്യന്മാരെ കാണാൻ പോയോ? ഇല്ല. അവർ പൂർണ്ണമായി വിശ്വസിച്ചു. മനസ്സിലാക്കാം. സ്തോത്രം. ഗിവ് ദ ലോർഡ് ഇനഫ് ദ ടൈം. അപ്പം ഇപ്പം ഇത്രയും കാര്യം പറഞ്ഞിട്ട് ആരും ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. അത് വേറൊരു കാര്യം. അതാണ് കാര്യം. സ്റ്റിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ചിലർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ചിലർക്ക് മനസ്സിലാകുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ദാറ്റ് മേക്സ് സെൻസ്. ഇത് വിതിൻ നോ ടൈം എന്നെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ ലൈനിൽ നിൽപ്പുണ്ട്. എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥിച്ചിട്ട് അടുത്ത പാസ്റ്റർ വന്നിട്ട് വിതിൻ 2 minutes ഞാൻ വണ്ടടിക്കും. അപ്പം ആ പാസ്റ്ററെ വിശ്വാസമില്ല. ആദ്യം പറഞ്ഞ പാസ്റ്ററെ വിശ്വാസമില്ല. എന്നാലും പിന്നെ പറയാൻ പോയത് ഇതൊക്കെ ദൈവമക്കളെ, അതാ പറഞ്ഞത്. നമ്മൾ ദൈവം പഠിക്കുന്നതോറും അത് നമ്മൾ ദൈവത്തെയും അവിശ്വസിക്കുന്നു, ആ പാസ്റ്ററെയും അവിശ്വസിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. സ്തോത്രം. God gives liberally. Okay. So why not look to him? Actually, നമുക്കറിയാവുന്ന വാക്യമാണല്ലോ 23-ാം സംഘത്തിന് 1-ാം വാക്യം. യഹോവയുടെ എനിക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ സഹോദരി? ദ ലോർഡ് ഈസ് മൈ shepherd, I shall not want. That means I shall not be in need. അങ്ങനെയാണോ ബിജു സഹോദരി? The Lord is my shepherd, I shall not want. That means I shall not be in need. Oh glory. അവനെൻ്റെ ഇടയനാണ്, അവനുടെ സർവസ്വമാണ്. I shall not be in need. Oh, hallelujah, hallelujah. സ്തോത്രം. പിന്നെ ഇവിടെ നമ്മളെ ഈ യാക്കോബിന്റെ ലേഖനം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫലിപ്പിക്കാതെ എല്ലാവർക്കും അവതാരമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാ സൗകര്യ ആ പദപ്രയോഗം? If any of you lack wisdom, let him ask of God that giveth to all men liberally and upbraideth not. Upbraideth not. എന്നുവെച്ചാൽ അവരുടെ അർത്ഥം ശകാരിക്കത്തില്ല. അതായത് അവനൊരിക്കലും നമ്മൾ ചോദിക്കുന്നു ദൈവത്തോട്, അവനൊരിക്കലും നമ്മളെ ശകാരിക്കത്തില്ല. And upbraided not means that means that when we ask wisdom of him, he will not reproach or chide us
us for our first conduct. അതായത് നമ്മൾ ചോദിക്കുന്നത് എന്തുവാ? ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത് അവൻ്റെ ജ്ഞാനം, അവൻ്റെ ദിവ്യ സ്വഭാവം. പക്ഷെ അതോട് ചിന്തിക്കണം. എനിക്ക് ലോട്ടറി അടിക്കുന്നത് പോലെ $1 മില്യൺ കിട്ടണമെന്നല്ല ചോദിച്ചത്. അതോട് ചിന്തിക്കണം. ചോദിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. എന്തോ ഇവിടെ പറഞ്ഞ വാക്ക് മനസ്സിലായോ? അവൻ ശകാരിക്കത്തില്ല. കർത്താവേ, എനിക്ക് $10 മില്യൺ തരണേ, എനിക്ക് കുറച്ച് ആഭരണം വാങ്ങിക്കാനുണ്ട്, ഇന്ന് സ്വർണ്ണക്കടയിൽ പോയി. അത് ഇതോട് കൂട്ടിക്കഴിക്കരുത് കേട്ടോ. അതോട് പറഞ്ഞേക്കാം. ഇതോട് അല്ലെ പിന്നെ ആൾക്കാർ കൺഫ്യൂഷനാകും. നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് അവൻ ശകാരിക്കത്തില്ലെന്ന് പറഞ്ഞ ഏതാ? നമ്മൾ ചോദിക്കേണ്ട വിഷയം എന്തോ? ദൈവസ്വരൂപമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദിവ്യജ്ഞാനം, ദൈവിക സ്വഭാവം, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന അത് ആത്മീയ യോഗ്യതകൾ, ഇത് നമുക്ക് ചോദിക്കാമല്ലോ. അത് നമുക്ക് ചോദിക്കാം. കർത്താവിന് നിന്റെ ഹൃദയം, നിന്റെ മനസ്സറിഞ്ഞവൻ ആരാ അറിയുന്നത്? ഇങ്ങനെയുള്ളവർ. എങ്ങനെയുള്ളവർ? ഇങ്ങനെ ഈ ജെന്യുവനായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഫെയ്ത്തിൽ കൂടി ഉള്ളവർ ചോദിക്കുമ്പോൾ ദൈവം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. ചോദിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ശലോമോൻ ആദ്യ സമയങ്ങളിൽ നല്ല രീതിയിലാണ് ചോദിച്ചത്. വല്ല പറഞ്ഞു, എനിക്ക് ജനത്തെ ഭരിക്കാൻ ആവശ്യമായ കൃപ വേണം, അതല്ലേ ചോദിച്ചത്. പണമോ കുതിരയോ ഇതൊന്നും ചോദിച്ചില്ല. പിന്നെ പുള്ളിയുടെ മനസ്സങ്ങ് മാറി, അത് വേറെ വിഷയം. ഓക്കെ, വിനോദൻ ചോദിച്ചില്ല. അപ്പം ദൈവത്തിന് ഇഷ്ടം കണ്ടോ. ദൈവം അത് അളവ് കൂടാതെ കൊടുത്തു. നമുക്കറിയാം, അളവ് കൂടാതെ കൊടുത്തു. കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. അപ്പം ദൈവമക്കളായിരിക്കുന്ന ബോസ്റ്റൺ സഭയിലായിരിക്കും ദൈവമക്കളെ അലടിയ നമ്മുടെ ആഗ്രഹവും ആവശ്യവും എന്താണ്? ഇതിന് പ്രാധാന്യം കൊടുക്കണം. സ്തോത്രം. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ അതൊക്കെ പഠിക്കണം. എപ്പോഴും ഞാൻ വീണ്ടും പറയണം, 10 പേരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെയും 10 പേരുടെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ആൾ വന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ സമയം എന്താ പറയുന്നത്, ഇതൊക്കെ സമയം കൊല്ലുമെന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? 10 പേരുടെ പേര് പറയേണ്ട ആവശ്യമുണ്ടോ? വേറെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ വേറെ കിടക്കുന്നില്ലേ? അങ്ങനെയല്ലേ പഠിക്കുന്നത്? നാം വിശ്വാസത്തിൽ വളരാൻ വേണ്ടി ഞാനീ പറയുന്നു. ഓക്കെ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തു. ഞാനതിനെയൊന്നും വിമർശിക്കുമല്ല, ഞാനത് ചെയ്യത്തുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം, വിശ്വാസ ജീവിതത്തിൽ നാം ധന്യരായി ശ്രേഷ്ഠന്മാരായി ദൈവസന്നിധിയിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം, അതെ. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ചോദിച്ചുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന് ചില വാക്കുകളിൽ പറഞ്ഞു, ചോദിച്ചോളൂ. നമ്മൾ വേദവസത്തിൽ വാക്യമുണ്ടല്ലോ, ജാതിയുടെ അവകാശമായും വംശങ്ങളെ, അല്ലേ? ചോദിച്ചോളൂ. അപ്പം ചോദിക്കേണ്ട കാര്യം ചോദിക്കണം. അത് യാതൊരു മടിയും കാണിക്കണ്ട. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കണം. ദൈവിക ജ്ഞാനം. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൽ കൂടി തന്നെ പൗലോസിൻ്റെയൊക്കെ ലേഖനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തോ അപാരമാണെന്നറിയോ. പണ്ട് എനിക്ക് അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാൻ അത് ബോസ്റ്റൺ സഭയും അതിന് കാരണമാണല്ലോ, അല്ലേ? ബോസ്റ്റൺ സഭയിൽ നമ്മൾ ഇങ്ങനെ കൊണ്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കും അതൊരു വലിയ ബെനിഫിറ്റായി ആണ്.
തീർച്ചയായിട്ടും. അപ്പം പഠിക്കുന്തോറും ഒന്നും പഠിച്ചില്ലെന്ന് നമുക്ക് തോന്നുന്നു. അതാ വേറെ കാര്യം. പൗലോസ് പറഞ്ഞ വരി നമ്മൾ ആഴങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്തോറും പിന്നെയും വേണ്ടതുപോലെ അറിഞ്ഞില്ല. പിന്നെയും താഴോട്ടങ്ങ് പോകുമ്പോൾ പിന്നെ പുതിയ കാര്യങ്ങളാണ് ഇങ്ങനെ വരുന്നത്. വചനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കങ്ങനെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അത് ചോദിച്ചു കൊടുക്കണം എന്ന് കർത്താവ് നമ്മളെ അനുവദിച്ചിട്ടുണ്ട് ചോദിക്കാൻ. സോ ഹി പെർമിറ്റ് us, അവൻ നമ്മളെ അനുവദിക്കുന്നുണ്ട് എന്തുവാ, ടു കം ഇൻ ദ ഫ്രീയസ്റ്റ് മാനർ. അതെ, അതൊരു കണ്ടീഷനും ദൈവം വെച്ചിട്ടില്ല, അതിനൊരു നിബന്ധനയും വെച്ചിട്ടില്ല. ഇപ്പം എസ്തേർ രാജ്ഞിക്ക് രാജാവിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, എപ്പോൾ രാജ്ഞി ചെല്ലണം. അല്ല, ഉണ്ട്, കീഴ്വഴക്കമുണ്ട്, ഉണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ചെന്നു, നമുക്കറിയാം വീണോക്കാൻ. ഓക്കെ. പക്ഷെ ദൈവസേനയിൽ നമുക്ക് അങ്ങനത്തെ മാനദണ്ഡം വല്ലതും ഉണ്ടോ? നിബന്ധനയുണ്ടോ? ഒന്നുമില്ല. ഏത് ടൈമിന് അപ്പോയിൻമെന്റ് എടുക്കണ്ട. അങ്ങ് ചെല്ലുക. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങ് ചെല്ലുക, തല മടക്കുക, മുട്ടുമടക്കുക, മുട്ടുപേരിരുന്ന് പ്രാർത്ഥിക്കുക, ചോദിക്കുക. ഓ താങ്ക് യു ജീസസ്. ഇതിൽ പരം ഒരു രാജാവിന് ഇതിൽ പരം അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏത് രാജാവിനും കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇതാണ് അതെ, ഏത് സമയത്തും. സോ യു ക്യാൻ മീറ്റ് ഹിം വിത്ത് എ സ്പിരിറ്റ് ഓഫ് എൻറ്റയർ കൈൻഡ്നെസ് ആൻഡ് വിത്ത് പ്രോംപ്റ്റ്നെസ് ഇൻ ഗ്രാൻറ്റിംഗ് അവർ റിക്വസ്റ്റ്. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ അവൻ നൽകിത്തരുവാൻ അവനൊരു യാതൊരു റിസർവേഷനുമില്ല. ഹല്ലേലൂയ. നമ്മൾ താഴോട്ട് വരാൻ പോകുകയാണ്. കാര്യം, അവനൊരിക്കലും നമ്മളോട് ചോദിക്കത്തില്ലോ, നീ ഇങ്ങനെയുള്ളവനാണ്, നീ പണ്ട് അങ്ങനെയായിരുന്നു, നീ പണ്ട് ഇങ്ങനെയായിരുന്നു. ഇതൊന്നും ദൈവം നമ്മളോട് ചോദിക്കത്തില്ല. പക്ഷേ നാം ദൈവസന്നിധിയിൽ വരുമ്പം ഒരു കാര്യം, ചുങ്കക്കാരനെ പോലെ, അല്ലെങ്കിൽ അതെ മറ്റേ ആളായിരുന്നു പരീശൻ കുറെ പ്രാർത്ഥിച്ചിട്ട് അത് ഒരു പ്രാർത്ഥനയല്ല. പരീശൻ അല്ല, മറ്റേ ചുങ്കക്കാരൻ അങ്ങനെയല്ല, പൊട്ടിക്കരയോ ചെയ്തത്. കർത്താവേ, ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അങ്ങനെ ആകത്തില്ല. ഒരു ബോണഗെയിൻ, ഒരു പുതിയ ചേഞ്ച്, അതാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡിൽ അത് സ്തോത്രം. അപ്പം ആ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളെ ദൈവം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ, ഹി നെവർ ഡസ് സച്ച് എ തിങ്. ഹി ട്രീറ്റ് അസ് ആസ് ഇഫ് വി ഹാവ് നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക്. നമ്മളൊരു തെറ്റ് പണ്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ദൈവം നമ്മളോട് ആ രീതിയിൽ നമ്മളെ കാണത്തില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം, പക്ഷേ നമ്മുടെ ജെനുവനായിരിക്കണം. അപ്പം നമ്മൾ പിന്നെ ആ തെറ്റിലോട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കത്തുമില്ല. അപ്പോൾ ദൈവത്തിനും അത് സന്തുഷ്ടകരമായ കാര്യമായിരിക്കും. അതായത് ഹി നെവർ ബ്രിങ്സ് അപ്പ് us to failure, nor does he ever tell us how lacking we are as it regards so many things in our life. അവരൊരിക്കലും നമ്മളോട് നിങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കത്തില്ല. പക്ഷെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ ഉപായം വെച്ചുകൊണ്ട്, അതിസാമർഥ്യം വെച്ചുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിഗൂഢത വെച്ചുകൊണ്ട് ദൈവസന്നിധി വന്നാൽ ദൈവം ചോദിക്കും. ചോദിക്കത്തില്ലെന്നല്ല, ഇങ്ങനെയുണ്ടെങ്കിൽ ചോദിക്കും. ദൈവം പറഞ്ഞ വിടത്തില്ല.
പക്ഷെ നമ്മൾ കംപ്ലീറ്റ് പ്യുവറായിട്ട് അതെ അതെ ഫ്രീ ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ അത് ചോദിക്കത്തില്ല. ഓ ഗ്ലോറി, വണ്ടർഫുൾ, പ്രൈസ് ഗോഡ്. ഒരു മാലിന്യം ഇല്ലാത്ത, ഒരു കരടും ഇല്ലാത്ത, ഒരണുക്കളും പ്രവേശിക്കാത്ത സ്വഭാവം, രക്തം, ബ്ലഡ്, അവർ ബോഡി, അവർ നമ്മുടെ മനോസാക്ഷി, അങ്ങനെ ആക്കിയപ്പോൾ അവൻ ചോദിക്കത്തില്ല. മനസ്സിലായോ ദൈവമക്കളെ? മനസ്സിലായി. അപ്പം നമുക്ക് ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഈ മാലിന്യങ്ങളൊന്നും പാടില്ല. ഒരു കൗശലമോ ഒരു കളിപ്പീര് പരിപാടിയോ ഒരു സൂത്രപ്പണിയോ ഇതൊന്നും പാടില്ല. ഉണ്ടെങ്കിൽ ചോദിക്കും, അത് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സ്വതന്ത്രം. നമ്മുടെ ഭാഷ ദൈവത്തെ കളിപ്പിക്കാനൊക്കെ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. Yes, and other. So he never brings up past failure. He never brings up that way. He never do that. So he treats us as equal. That is pure and simple, beyond our comprehension. നമ്മുടെ എന്താ മലയാളത്തിൽ പറഞ്ഞ കംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചിന്തനത്തിൽ അല്ലെ നമ്മുടെ ചിന്താമണ്ഡലത്തിന് അത് ആ ചിന്താമണ്ഡലത്തിൽ അപ്പുറമായിട്ട് മനസ്സിലായോ? അവൻ ഈക്വലായിട്ടായിരിക്കും അവൻ ഇടപെടുന്നത് ആണ്. നമ്മളിനി എത്രത്തോളം ഇനി അതിനെക്കുറിച്ചൊരു വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പോക്കാണ്. പക്ഷേ പ്യുവർ ആയിരിക്കണം. ആദ്യം പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത്. പരീക്ഷൻ്റെ പ്രാർത്ഥന ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ 5 നേരം പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൽ ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് അവതരിപ്പിച്ചത്. പക്ഷേ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? ആണ്. നമ്മൾ ഹല്ലേലൂയ. സമയം നോക്കുമായിരുന്നു. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ മാതിരി പരീക്ഷൻ്റെയും ഇപ്പോൾ ചുങ്കക്കാരൻ്റെയും കാര്യം പറഞ്ഞു. മതഭക്തി ആണോ അതോ ആത്മീയതയിലേക്കുള്ള നമ്മളെല്ലാം ഓരോ സംഘടനയുടെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗമോ എന്തെങ്കിലും വാട്ടോറിറ്റീസ് സഭയോ മാർത്തോമാ സഭയുടെയോ അല്ലെങ്കിൽ യാക്കോബ സഭയോ എന്തെങ്കിലും വാട്ടോറിറ്റീസൊക്കെ ഓരോ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ ആയിരിക്കും വാട്ടോറിറ്റീസ്. ഇത് നമ്മുടെ ആത്മീയതയെ നാം അളക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏത് അടിസ്ഥാനത്തിൽ ഇത് ഞാൻ ഉൾപ്പെടെ പറയുന്നു. ഓക്കെ, നമ്മുടെ ആത്മീയതയിലേക്കുള്ള ദൂരം എത്രത്തോളം അടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പെന്തിക്കോസ്തുകാരനാണ്. അപ്പം എൻ്റെ ആത്മീയത എത്രത്തോളം അടുത്തിട്ടുണ്ട് ദൈവത്തോട്? അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മാർത്തോമാ വിശ്വാസിയാണ്, ആ വിശ്വാസി ദൈവത്തോട് എത്രത്തോളം അടുത്തിട്ടുണ്ട്? ഒരു അവലോകനം നമ്മൾ ചെയ്യണം. അതായത് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, മതഭക്തരായിട്ടുള്ള ആളുകൾ കൂടുതലും പരീക്ഷന്മാരുണ്ടായിരുന്നു. അവർ എല്ലാ കാര്യത്തിലും കോഴി മുട്ടയിടുന്നത് പോലും, ചിലപ്പം ശബത്തിൽ കോഴി മുട്ടയിടുന്നത് പോലും അവർ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാർട്ടികളാണ്. അത് അന്നും എക്കാലത്തും അവരങ്ങനെയായിരുന്നു. അത് ആത്മീയനായിട്ടുള്ള വ്യക്തിയാണ് അതായിരുന്നു അവരുടെ രീതി. ഇന്നും ഈ മാതൃകകൾ പിൻപറ്റുന്നവരും വിശ്വാസ സമൂഹത്തിലും കാണുമായിരിക്കാം. ഓക്കെ, നമ്മൾ
ഇതിൽ ആരെ പിന്തുടരണം, എങ്ങനെ പിന്തുടരണം, എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കണം, അത് നമ്മൾ ചിന്തിക്കേണ്ടത് വചനത്തിൽ കൂടി ആണ് നമ്മൾ എടുക്കേണ്ടത്. യേശുവിനെ അനുഗമിച്ചാൽ ആത്മീയരാണ്, പരീശന്മാരെ അനുഗമിച്ചാൽ മതഭക്തി ചെന്ന് ചേരും. പരീശന്മാരെ അനുകരിക്കുക എന്ന് പറയുമ്പം ഇപ്പോൾ ഈ കാലങ്ങളിൽ ഒരുപാട് ഈ ബെന്തിക്കോസ് പ്രസ്ഥാനങ്ങളിലെ കാര്യം തന്നെ പറയാം. പല രീതിയിൽ പല പ്രസംഗങ്ങൾ യൂട്യൂബിലും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കാറൊന്നുമില്ല, ടൈറ്റിൽ കാണും ഇങ്ങനെ. നമ്മളിത് ഈ ഫോണിങ്ങനെ ഓണാക്കുമ്പം ഇത് വരുമല്ലോ. കേൾക്കാറൊന്നുമില്ല. ഇപ്പം ഇലക്ഷന് നിൽക്കാം, നിങ്ങൾ MLA ആകണം, മന്ത്രിയാകണം, ഒരു കൂട്ടർ പ്രസംഗിക്കും. ബെന്തിക്കോസിലെ കാര്യം ഞാൻ പറയുന്നത്, പ്രസംഗിക്കും. അപ്പം വേറെ ചിലർ വേറെ ഏതാണ്ടൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപാടൊക്കെ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ടൊക്കെ വന്നു. ഞാൻ പറയാൻ വന്നത്, അപ്പം ഇങ്ങനെയുള്ള പരീശന്മാരെ അനുകരിക്കണോ വേണ്ടായോ? പരീശന്മാരെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രാഷ്ട്രീയത്തിലിറങ്ങണോ വേണ്ടായോ? തെരുവിൽ പ്രസംഗിക്കുന്നത് അതിനെ വിമർശിച്ചത് കേട്ടു. തെരുവിൽ നിന്ന് ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നതിനെ വിമർശിച്ചത് അതും കേട്ടു. എവിടെ? ബെന്തിക്കോസിലെ പാസ്റ്ററുടെ കാര്യം ഞാനേ പറയുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടു. അപ്പം ഇങ്ങനെയുള്ള പരീശന്മാരെ അനുകരിക്കണോ അതോ ഇങ്ങനെയുള്ളവരെ അനുകരിച്ചാൽ മതഭക്തി ചെന്ന് ചേരത്തേ ഉള്ളൂ. മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്നും ഇന്ന് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പം ഇങ്ങനെ കൂടാൻ കാരണം എന്താ, എനിക്കത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഇപ്പം ഇതിലെ വേറൊരു കാര്യം പറയും. ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്. എനിക്കറിയാം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കുന്നു. ഞാൻ വചനത്തിലുള്ള കാര്യം ഞാനീ പറയുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം ആഭരണം വേണ്ട എന്ന് പറഞ്ഞിറങ്ങി തിരിച്ച് ബെന്തിക്കോസ് സമൂഹം ഇപ്പം ആഭരണം ഇടാമെന്നുള്ളവരെ ഇട്ടവരെ സാധനപ്പെടുത്തും. കുഴപ്പമില്ല. ശരി, ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള അധികാരം ആര് കൊടുത്തേക്കുന്നു? അതാ എൻ്റെ ചോദ്യം. ദൈവം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇത് ചേഞ്ച് ചെയ്യാൻ, ഈ പ്രമാണങ്ങൾ മാറ്റാൻ? ദൈവമക്കൾ വിചാരിക്കാമെന്നോ അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ബഥേലിൽ പോയി ആരാധിക്കണമെന്നുണ്ടെങ്കിൽ കാബറിനോട് കുഴിച്ചിടാനാണ് പറഞ്ഞത്. കുഴിച്ചിട്ടിട്ട് വന്ന് ആരാധിച്ചാൽ മതി എന്നപ്പോൾ യാക്കോബ് പഠിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് സോ. കുഴിച്ചിട്ടിട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അതായിരുന്നു ആദ്യം കൊടുത്ത പ്രമാണം. ഓക്കെ, ആദ്യം കൊടുത്ത പ്രമാണം ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. എനിക്കൊരു സംശയം. ഓക്കെ, പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു. അപ്പം അതെ, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രമാണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനെ കൈയടിക്കാനും സ്വോത്രം പറയാനും പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് ആരെ നേരിടുന്നത്? ഞാനല്ലേ. ഞാനതിന് കൈയടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീക്കാകുമല്ലേ? ഞാനൊരു രോഗാണുക്കളെ അകത്തോട്ട് കയറ്റി വിടുകയല്ലേ ഞാനൊരു സ്വോത്രം പറയുമ്പോൾ? നോ. നമ്മളെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് പരീക്ഷഭക്തിയാണ്. പരീക്ഷഭക്തിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെവിടെ ചെന്ന് അവസാനിക്കും? മതഭക്തി ചെന്ന് അവസാനിക്കത്തേ ഉള്ളൂ. മനസ്സിലാക്കണം. ചിലപ്പോൾ ലോകരുടെ അംഗീകാരം കിട്ടുമായിരിക്കും. ലോകം ഒരുപാട് പേര് ഇതിനെ ഫോളോ ചെയ്യുന്നവർ കാണും. അതാണല്ലോ കർത്താവിനെ അനുഗമിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞായിരുന്നു. 10 ശിഷ്യന്മാർ 70 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഠിന വാക്കാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ പോയി. യു നോ ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അവസാനം കർത്താവ് ഈ 12 ശിഷ്യന്മാരോട് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്കും പോകണമെന്ന് ചോദിച്ചു. ഈ 70 പേര് ഇത് കഠിന വാക്ക, ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം കർത്താവ് അങ്ങോട്ട് ചോദിക്കുക,
അപ്പം ഇന്നത്തെ പാസ്റ്റർമാർ ഇപ്പം ഞാൻ ഉൾപ്പെടെ പറയാം, ഓഡിയൻസിനോട് ചോദിക്കും നിങ്ങൾക്ക് പോകണമെന്ന് ചോദിക്കുമോ? അവരെ പിടിച്ചു നിർത്താൻ നോക്കത്തുള്ളൂ നമ്മൾ. നിങ്ങൾ പോകരുത് എന്ന് പറയും. കർത്താവ് ഇവിടെ എന്താ പറഞ്ഞത്? വചനം ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് പോണേ പൊയ്ക്കോ എന്നാ കർത്താവ് പറഞ്ഞത്. ആണല്ലോ. അങ്ങനെ കർത്താവ് പഠിപ്പിച്ചത്. മുന്നമേ അങ്ങ് ചോദിച്ചു കർത്താവ് എന്തോ ശിഷ്യന്മാരോട് അങ്ങ് ചോദിച്ചു. ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം എന്തോ? ഞാൻ ഇനി ഇത് തന്നെ പറയും. നിങ്ങൾ ആരെല്ലാം പോയാലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്നും പേരൊന്നും പറയാറ്. കർത്താവ് പറഞ്ഞത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ വയ്ക്കുമോ? അങ്ങനെ കർത്താവ് പറഞ്ഞത്. അപ്പം ഈ ഒരു വിശ്വാസ മേഖല അല്ലെങ്കിൽ ഈ ഒരു കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ മതഭക്തി ചെന്ന് അവസാനിക്കത്തുള്ളൂ. മതഭക്തിയിൽ സ്വർഗരാജ്യത്തില്ല. മനസ്സിലാക്കണം. പരീക്ഷമാരുടെ ഉദ്ദേശം നല്ലതൊക്കെയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കർത്താവ് എന്താ അവർ പറഞ്ഞത്? കർത്താവ് ഇതൊന്ന് വായിക്കും, മത്തായി 23:3 വായിച്ച്. മത്തായി 23:3. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലും ചെയ്യരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവരുടെ പ്രവൃത്തികൾ പോലും ചെയ്യരുതെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, പല പല കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. വചനം വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. അപ്പം യേശുവിൽ പ്രസാദിച്ച് അപ്പം സ്വർഗം പ്രസാദിക്കുന്ന എന്തോ? മത്തായി 3:17 എന്ന് വായിക്കാം. മത്തായി 3:17. യെസ്, 3:17. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ദൈവമക്കളെ, നമ്മളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. പെണ്ണമ്മ സൗകര്യം, ബിജു സൗകര്യം ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കേണ്ട ഇതാണ്. ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ ലോകത്തു നിന്ന് പോകാൻ അധികം നാളിനി ഇല്ലല്ലോ. ഇല്ല. ഫ്യൂണറൽ ഹോമിൽ വന്ന് 10 പേര് നല്ല ഭംഗി വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ദൈവശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. അതായത് D.L. മൂഡിയെ പോലെയും സാധു സന്ദർശിക്കനെ പോലെയും മരിക്കുമ്പോൾ ഒരു ദൂതൻ വന്ന് നമ്മളെ കൊണ്ടുപോകണം. ഹല്ലേലൂയ, അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാൻ പോകും നിങ്ങളോട്. ഞാൻ പണ്ട് ന്യൂയോർക്കിൽ വന്നപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മോഹൻ സാറിൻ്റെ അമ്മച്ചിയോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പറയാൻ വിഷയം പറഞ്ഞു. എന്താ അറിയാം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആമുഖമായി പറഞ്ഞല്ലോ. പ്രാർത്ഥന നമുക്ക് എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് എന്തും പ്രാർത്ഥിക്കാമല്ലോ, പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ അല്ലേ, അതായത് ബിജു സൗരി ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ സ്തോത്രം. അവൻ ശകാരിക്കത്തില്ല. അവൻ ശകാരിക്കുന്ന ദൈവമല്ല. God gives us liberally. ഇതൊക്കെ പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പറ്റുന്നത്. യോബ് പ്രാർത്ഥിച്ചൊരു യോബ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടിൽ കിടന്ന് മരിക്കണം. ആൻഡ് ദാറ്റ് മീൻസ് ഹോസ്പിറ്റലിൽ പോയി വെന്റിലേറ്ററിൽ പോയി കിടന്ന് മരിക്കാനല്ല, കൂട്ടി കിടന്ന് മരിക്കണം. അതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടന്നവർ തെറ്റാണെന്നൊന്നും എന്നോട് പറഞ്ഞു വെക്കുന്നത് അതല്ല എൻ്റെ ദാറ്റ്സ് നോട്ട് എ പോയിന്റ്. ഓക്കെ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നാണ് മരിച്ചത്, ന്യൂയോർക്കിൽ. ഓക്കെ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പക്ഷെ നമ്മൾ വചനം ഇവിടെ പറയുന്നു. യോബ് പറഞ്ഞു, ഞാൻ കൂട്ടിക്കിടന്ന് മരിക്കട്ടെ. നിങ്ങളെത്രയും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്?
എനിക്ക് എൻ്റെ കൂട്ടിക്കിടന്ന് മരിക്കണം. Yes, Lord. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. കൂട്ടിക്കിടന്ന് മരിക്കുന്നത് എൻ്റെ ബെഡിൽ കിടന്ന് മരിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കിടക്കുന്ന റൂമിൽ നമ്മളിങ്ങനെ ഭാവനയിൽ നമ്മളെ കൊണ്ടുപോകാൻ ദൂതൻ വരുന്നു. കൊണ്ടുപോകാൻ ദൂതൻ വരുന്നു. റിയൽ മൂടി പത്തല്ലേ. ഓ ഐ ആം റെഡി, ഐ ആം റെഡി. പറയാൻ അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് അതെ സ്തോത്രം. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെന്നെ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം ദൈവമക്കളെ, നാം ഈ ബോസ്റ്റൺ സഭ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ ഇന്നലെ വൈകിട്ട് ഇതൊക്കെ ഓർത്തു. എന്നറിയും, ഈ ഇത്ര സുഗമമാവണ്ണം ഫ്രീ ആയിട്ട് ഇനഫ് ടൈമിൽ നമുക്ക് ഈ വചനം കേൾക്കാനും പറയാനും ഉള്ള വേദി കിട്ടിയത് ഇവിടെ അല്ലേ? വേറെ വല്ലത് കിട്ടുമോ? ഇല്ല ഇല്ല. അത് നമ്മുടെ മരിച്ചുപോയ മഞ്ജു അത് ഓർഗനൈസ് ചെയ്തു, സെറ്റപ്പ് ചെയ്തു, അത് ക്രമീകരിച്ചു. സഹോദരി ഇവിടുന്ന് പോയി. പക്ഷേ ഇപ്പോഴും അനേക കാര്യങ്ങൾക്ക് അത് ഒരു വിളക്കായി മാറി അല്ലേ? ആണ്. അപ്പം ഇതുപോലെ സത്യവചനം പറയുന്നത് എവിടെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നുന്നില്ല. സഭകളിൽ പോയ ഞാൻ സഭകളെ വിമർശിക്കാൻ അവിടുത്തെ അങ്ങനെയാണല്ലോ അവിടുത്തെ പോക്ക്. ഇപ്പം തന്നെ ന്യൂജേഴ്സിയിലെ കുഞ്ഞുമോൾ സൗരി ഫ്ലോറിഡയിൽ പോയി. ഇടയെ കണ്ട് പോയിപ്പം ഒരു ഇംഗ്ലീഷ് പള്ളിയിൽ പോയി. ഭയങ്കര കണക്കൂട്ടോ, 1000 2000 പേരുണ്ട്. അവിടെ യേശുവിനെ കുറിച്ചൊന്നും സഹോദരി ലൈനിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. യേശുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടില്ല. പക്ഷെ 3 സ്വോത്രാഴ്ച എടുത്തു. 3 സ്വോത്രകാഴ്ച എടുത്തു. ഇതാണ് നടന്നത്. മനസ്സിലാക്കും. വലിയ ജനക്കൂട്ടോ. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞ ഞങ്ങൾക്ക് പറഞ്ഞോളൂ. യേശുവിനെ കുറിച്ചോടൊന്നും പറഞ്ഞു കേട്ടില്ല. 3 സ്വോത്രാഴ്ചയുണ്ട്. ആൾക്കാർ ജനമുണ്ട്. എന്താ ദൈവമക്കളെ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ബോസ്റ്റൺ സഭയിലെ ഈ സത്യവചനം പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിച്ച് ഇവിടെ കൊണ്ടുപോവാ. ദൈവവചനം കേൾക്കാൻ ഇങ്ങോട്ട് വാന്ന് പറ മറ്റുള്ളവരെ. ആത്മാർത്ഥമായത് പറഞ്ഞ് വേറൊന്നുമല്ല, ദൈവരാജ്യത്തിൽ പോകാൻ, സ്വർഗരാജ്യത്തിൽ പോകാൻ. അതായത് സഭയിൽ പോകാൻ അതല്ല, നമ്മൾ അതിനൊന്നുമല്ല ഇവിടെ പറയുന്നത്. സഭകളിൽ ഇങ്ങനെയുള്ള ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിക്കാൻ നമ്മുടെ സമയമൊന്നും കിട്ടത്തില്ല. കൂടി വന്ന 1/2 മണിക്കൂർ. ഈ വളരെ വ്യക്തമാവണ്ണം വചനം പറയുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ന് ബോസ്റ്റൺ സഭയാണ്. നിങ്ങൾ ആൾക്കാരെ ഇവിടെ എൻകറേജ് ചെയ്ത് കേൾക്കാൻ പറ. ദൈവമക്കളെ, നമുക്ക് അത് ആഗ്രഹിക്കുന്ന ആത്മാക്കൾ, ആഗ്രഹിക്കാത്തവർക്ക് താല്പര്യപ്പെടുത്തില്ല കേട്ടോ. നമുക്കൊരാളെ നിർബന്ധിക്കാനും നോക്കത്തില്ല. നിർബന്ധിക്കുമല്ല, നമ്മൾ കൂട്ടുകാർ ആത്മീയത്തിൽ താല്പര്യമുള്ള ദൈവമക്കൾ നിങ്ങൾക്കറിയാതിരിക്കുന്നു. അപ്പം അതനുസരിച്ച് അവർ ഇത് നല്ലതായിരിക്കും ഞാനൊക്കെ പറയണ്ട കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സിലാക്കിയതും അഭിപ്രായവും ഞാനത് ദൈവമക്കളോട് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പം ദൈവസന്നിധിയിൽ നേരോട് നടക്കുവാനും മതഭക്തിയല്ല അല്ല. അപ്പം നല്ല ഉദ്ദേശമുള്ളവരായിട്ടും ദൈവപ്രസാദം ലഭിക്കാതെ പോയ പരീക്ഷന്മാർ മതഭക്തി ചെന്ന് അവസാനിക്കുന്നതിന് കാരണം എന്താണ്? യേശുവിൻ്റെ വാക്കുകൾ അത് നമ്മൾ യേശുവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 5-ാം അധ്യായം 38 മുതൽ 44 വരെ വായിച്ചേ. യോഹന്നാൻ 5-ാം അധ്യായം 38 മുതൽ 44 വരെ. 38 മുതൽ 44 വരെ. യോഹന്നാൻ 5:38 മുതൽ 44 വരെ. അവന്റെ ശബ്ദം ഒരു നാൾ, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും
ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? താങ്ക് യു. ബിജു സൗരി ഇംഗ്ലീഷ് വായിക്കണമെന്നില്ല, ഒത്തിരി വാക്യം ഒരുപാടുള്ളതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഇവിടെ കണ്ടോ എന്തെല്ലാം കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കാര്യം, സത്യവചനം പറയുന്ന ബോസ്റ്റൺ സഭയിൽ വരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇനി വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, ഒന്ന് രണ്ട് കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നും പറയാനിരുന്ന കാര്യമില്ല, വാക്യം വന്നപ്പോൾ പറയുകയാണ്. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഓക്കെ. പിന്നെ പറയാണ്, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നമ്മൾ ലോകക്കാരുടെ അവാർഡും സർട്ടിഫിക്കറ്റും വാങ്ങിക്കാൻ ഓടി നടക്കുക. ഞാൻ പറഞ്ഞതല്ലല്ലോ ഇവിടെ കർത്താവായ യേശു പറഞ്ഞ വാക്കുകളാണ് ഞാനീ പറയുന്നത്. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. പിന്നെ പറയാണ്, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത, അതാരും അന്വേഷിക്കുന്നില്ല. എനിക്ക് ആര് അവാർഡ് തരും? ഞാനൊരു പുസ്തകം എഴുതി, ഞാൻ കുറേ പാട്ടുകൾ എഴുതി, ഞാൻ കുറേ ആർട്ടിക്കിൾ എഴുതി, എന്നാ പിടിച്ചോ, നിങ്ങൾ പോവോ? നിങ്ങൾ വാങ്ങിക്കാൻ പോവോ? ആരും മറുപടി പറയുന്നില്ല. ആർക്കങ്ങോട്ടും പറയാനങ്ങോട്ടും ഒരു ചങ്കൂറ്റമായിട്ടില്ല ഇതുവരെയും അങ്ങോട്ട്. എനിക്ക് വേണ്ട കേട്ടോ, എനിക്ക് വേണ്ട. എനിക്ക് ആരുടെയും ബഹുമാനമൊന്നും ഇത് പറഞ്ഞ വേണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. അപ്പോഴേ തീരുമാനങ്ങൾ എടുക്കാൻ ഇതൊക്കെ ആണ് ഇതിൻ്റെ പുറകെ നടക്കുന്ന ആണ് ഇന്ന് ഈ ലോകം. ഇതിൻ്റെ വാട്സപ്പും വേറെ കാര്യമുണ്ട്. യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ ഇതാ കാണുന്നത്. ഇപ്പം അതും വേറെ കാര്യമുണ്ട്. മറ്റേതെന്തോ ഓരോ ഉണ്ടല്ലോ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ ഏതാണ്ടൊക്കെ മറന്നുപോയി. വാട്സപ്പ് ഉണ്ട്, വേറെ യൂട്യൂബുണ്ട്. ഇതിലൊക്കെ തുടങ്ങുമ്പോൾ ഇതാണ് കാണുന്നത്. മനുഷ്യരെ ബഹുമാനം വാങ്ങിക്കൊണ്ട് നടക്കുന്ന പരിപാടി. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതല്ല, ഇവിടെ ഒരു ദിവസം വായിച്ച കാര്യമാണ് പറയുന്നത്. അപ്പം സ്തോത്രം. അപ്പം ദൈവത്തെ കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവാനോ ഒന്നും താല്പര്യമില്ല. അപ്പം ഈ ഇപ്പം വായിച്ചത് വേദഭാഗത്തിൻ്റെ ആരംഭത്തിൽ അവസാനത്തെങ്കിലും യേശു പരീശന്മാർക്ക് യഥാർത്ഥ വിശ്വാസമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മതഭക്തിയുടെ 3-4 കാര്യം യേശു ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന്, മതഭക്തർക്ക് മതഭക്തർ വചനം പഠിക്കുന്നവരാണ്. എന്നാൽ വചനം ജഡമായവൻ്റെ അടുക്കിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. കർത്താവിൻ്റെ വാക്കുകളിൽ കൂടിയുള്ള കാര്യം ഞാനീ പറയുന്നത്. ഈ മതഭക്തർക്ക് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ പ്രവർത്തിക്കുന്നത്? അതെല്ലാം ഒരു ചടങ്ങ് പോലെ അങ്ങ് പോവുക. ചടങ്ങ് പോലെ. ഇന്നത്തെ കാലത്ത് എന്നോട് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്കറിയാവുന്നവരേ ഉണ്ട്. ഓക്കെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ചില റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നു. എനിക്കറിയാവുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. ചില നാളുകൾക്ക് മുമ്പൊക്കെ ദൈവദാസന്മാരൊക്കെ ഇറങ്ങി തിരിച്ച് അവർക്ക് നല്ല ഒരുപാട് പണമൊക്കെ കിട്ടി അവരുടെ വീടൊക്കെ വലിയ ഭയങ്കര വീടാണ് വെച്ചേക്കുന്നത്. കേരളക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. വീടൊക്കെ ഉണ്ടല്ലോ, വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ വെച്ചേക്കുന്നത്. ആരാ? പാസ്റ്റേഴ്സ്. ആരുടെ പൈസ? അവർ ജോലി ചെയ്തിട്ടാണ്? ഒന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലിമിറ്റ് വിട്ട് പോകരുത്, സൂക്ഷിക്കണം. ബി കെയർഫുൾ. നമ്മൾ ഏത് കാറിൽ യാത്ര ചെയ്യുന്നു,
നമ്മളിന്ന് ഡ്രസ്സ് ധരിക്കുന്നു. ഇവിടെ ആലപ്പുഴ കുറച്ച് അമേരിക്കയിൽ 68 67 എങ്ങാണ്ട് വന്ന അമ്മാമ്മ ഇപ്പോഴും ഉണ്ട്, ചിക്കാഗോയിലുണ്ട്. ജോർജാൻ മരിച്ചുപോയി. ജോർജാൻ്റെ ഭാര്യ ഇപ്പോഴും ഉണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പം ജോർജാൻ്റെ വണ്ടി എങ്ങനത്തെയാണെന്ന് അറിയാമല്ലോ. പൈസ ഇല്ലഞ്ഞിട്ടില്ല. അമ്മാമ്മ രജിസ്റ്റേഡ് നേഴ്സാണ്. ഇവിടെ കുക്കവണ്ടി ഹോസ്പിറ്റലിലായിരുന്നു. ടാക്സി ഇല്ലേ, മഞ്ഞ ടാക്സി. അന്നത്തെ കാലത്ത് ന്യൂയോർക്കിലൊക്കെ കണ്ടു കാണുമല്ലോ. ന്യൂയോർക്കിലൊക്കെ മഞ്ഞ ടാക്സി ആയിരുന്നല്ലോ പണ്ട് ഓടിക്കുന്നത്. ടാക്സിയുടെ കളർ മഞ്ഞ. ഇവിടെ ചിക്കാഗോയിൽ ജോർജാൻ്റെ വണ്ടി ഇവിടെ വന്ന് ടാക്സി, മഞ്ഞ ടാക്സി ഓടിക്കുന്നു. ഞാൻ പറയുന്ന അർത്ഥം എന്താ പിന്നെ പൈസ റോൾസ് റോയ്സ് വണ്ടി വാങ്ങിക്കാൻ പൈസ കഴിഞ്ഞിട്ടാണോ? ഇല്ല. അതാ പറഞ്ഞത്, ഒരു ദൈവദാസനും അല്ലെങ്കിൽ യോഗ്യമായ രീതിയിൽ അത് ഞാനായാലും എന്നെ കൂടി എപ്പോഴും പറയുന്നത്, ഞാൻ ആരെയും ഇത് വെച്ചു നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന മാതൃക അനുസരിച്ച് നമ്മൾ അതിനപ്പുറം പോകരുത്. മനസ്സിലായോ? വിളിച്ചവൻ വിശ്വസ്തൻ. നമ്മൾ ഏത് വണ്ടി വാങ്ങിക്കണം, എങ്ങനത്തെ വീട് പണിയണം, ഏത് ഡ്രസ്സ് ധരിക്കണം, ഇതൊക്കെ ദൈവനിർവചനത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ആണ് സ്തോത്രം. അപ്പം മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്നവർ സമയമായി. എന്നെ ഓർപ്പിക്കണേ സാറാമ്മ, മുന്നോട്ട് പോയി. ചിലപ്പോൾ കണ്ണു അടച്ച് ഇങ്ങനെ അറിയത്തില്ല. 4 എനിക്കറിയാം, നോക്കി 4 മിനിറ്റ് ഉണ്ട്. താങ്ക് യു. അപ്പം ഞാൻ പറയുന്നത്, ഇൻ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓർപ്പിക്കണമെന്ന് പറയായിരുന്നു. അപ്പം സ്തോത്രം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അതെ, ആത്മാവ് ജീവിപ്പിക്കുന്നു. നമുക്ക് സ്തോത്രം മതഭക്തർക്ക് സംഭവിക്കാവുന്ന കാര്യം എന്തുവാണ്? എഴുതപ്പെട്ട വചനങ്ങൾ നമ്മളെ മുമ്പിൽ ദൈവം തന്നിട്ടുണ്ട്. ആത്മാവിനെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ ശരിയാകത്തില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തെക്കാൾ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? ഉപദേശങ്ങളിൽ നിലനിൽക്കുന്നതായിരിക്കണം നമ്മുടെ ലൈഫ്. ഈ പറഞ്ഞ മാതിരി ഉപദേശം അറിയാം, പക്ഷെ ജീവിത രീതി, ജീവിത സ്റ്റൈലും വ്യത്യസ്തമാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. അല്ലേ? ഇറ്റ് വോണ്ട് വർക്ക്. അത് സ്തോത്രം. നമ്മൾ സ്തോത്രം ശുദ്ധീകരണ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയത്തില്ല. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. വിശുദ്ധിയും വേർപാടും ഇല്ലെന്നുണ്ടെങ്കിൽ ലെവലായിട്ട് പോകത്തില്ല. ജയിക്കുന്നവനായിരിക്കണം. നമ്മൾ വാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20 വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആ വാക്യം 3-ാം അധ്യായം ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിക്കാം. 3-ാം അധ്യായം തോന്നുന്നു. 3-ാം അധ്യായം 20 മുതൽ 27 വരെ. 20 മുതൽ 27 വരെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ജയിക്കുന്നവൻ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ദൈവമക്കളെ, വാഗ്ദത്തമാണ് കേട്ടോ. വാഗ്ദത്തമാണ്. നമുക്കത് മുറുകെ പിടിക്കാം. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത്. ഇതിനെക്കുറിച്ച് ഇത് നമ്മൾ ഈ സെൻറ്റൻസ് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് ഇങ്ങനെ പോയാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല. ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത്. ക്വാണ്ടിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പം
പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ ലോകരുടെ മാനം, ലോകരുടെ ബഹുമാനം, ഇതെല്ലാം അതിൽ വരുന്ന കാര്യങ്ങളാണ്. അല്ല ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്. അത് ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പം നമ്മൾ ജയിക്കുന്നവരായി മാറും, സിംഹാസനത്തിലിരിക്കും. ഓ ഹല്ലേലൂയ! നമുക്ക് ഒരു നാൾ അവൻ നമുക്ക് സമ്മാനം തരും, റിവാർഡ് തരും, കിരീടം തരും, കിരീടം ധരിപ്പിക്കും. ഹല്ലേലൂയ! അത് നമുക്ക് ആഗ്രഹിക്കാം. ഈ ലോകം അതിൻ്റെ മോഹം ഒഴിയും. അപ്പം ഈ ലോകത്തിലെ മോഹം ഇതൊക്കെയാണ്. ഈ മോഹം വിട്ടുകളാം, വേണ്ട എന്ന് ഒരു തീരുമാനമെടുത്ത് നമുക്ക് അചഞ്ചലരായിട്ട് വിശ്വാസത്തിൽ മുന്നേറി കാലിടറാതെ വേണം, പതറാതെ വേണം. നമ്മൾ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ഇനി ആരെന്ത് പഠിപ്പിച്ചാലും വചനവിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ കൈയടിക്കാൻ പോകരുത്. അത് സ്തോത്രം പറയാൻ നിൽക്കരുത്. ബി കെയർഫുൾ. ഹല്ലേലൂയ! കേരളക്കരയിൽ ഇന്ന് ന്യൂജൻ ന്യൂസിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ കാണുന്നത്? സഹോദരിമാരാണ് അവിടെ കൂടുതൽ കൈയടിക്കുന്നത്. അറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഹോദരിമാരായി കുളിക്കിച്ചെന്ന് ചാടുന്നത് കൂടുതൽ. അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, സഹോദരിമാർ വെള്ളം കെയർഫുള്ളായിരിക്കണം, സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സാറമ്മ, ബിജു സഹോദരി, ആൻഡ് വെൽക്കം ബാക്ക് പെണ്ണമ്മ സഹോദരി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.